ഇങ്ങനെ പണി മുടങ്ങുമ്പോൾ ബിൽഡർമാർക്ക് വലിയ ലീഗൽ ടീം ഉള്ളതുകൊണ്ട് അവർ നിങ്ങളെ അഗ്രിമെന്റിലെ ചില ലൂപ്പ് ഹോളുകൾ കാണിച്ച് പേടിപ്പിക്കാൻ തുടങ്ങും. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പണി വൈകുന്നു എന്ന ക്ലോസ് കാണിച്ച് അവർ കോടതികളിൽ വർഷങ്ങളോളം കേസ് നീട്ടിക്കൊണ്ടുപോകും. ചുരുക്കത്തിൽ റിയൽ എസ്റ്റേറ്റ് എന്നത് പരസ്യങ്ങളിലെ തിളക്കമോ സെലിബ്രിറ്റികളുടെ മുഖമോ കണ്ട് വിശ്വസിക്കേണ്ട ഒരു ബിസിനസ് അല്ല. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് നാഴിയിടങ്ങഴി മണ്ണുണ്ടെന്ന് മലയാളികൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് അല്ലെ? ഏത് നാട്ടിൽ പോയി അധ്വാനിച്ചാലും സ്വന്തം നാട്ടിൽ ഒരുപിടി മണ്ണ് സ്വന്തമാക്കുക, അവിടെ ഒരു വീട് വെക്കുക, ഇങ്ങനെ ഒരു ആഗ്രഹമില്ലാത്ത ആരെങ്കിലും കാണുമോ? വിദേശത്തൊക്കെ വർഷങ്ങളോളം പോയി കഷ്ടപ്പെടുന്ന പലരും ഭീമമായ തുകയാണ് വീടെന്ന സ്വപ്നത്തിന് വേണ്ടി മാറ്റിവെക്കാറ്. പക്ഷെ വർഷങ്ങളുടെ അധ്വാനം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോകുന്ന ഒരു സാഹചര്യം വന്നാലോ? ചോര നീരാക്കി ഉണ്ടാക്കിയ പണവും പോയി, വീടും കിട്ടിയില്ല, കോടതി മുറിയിലെ യുദ്ധം മാത്രം ബാക്കിയാവുന്ന അവസ്ഥ. ഇപ്പൊ എന്തിനിങ്ങനെ ഒരു വീഡിയോ എന്ന് ചോദിച്ചാൽ ഇത്തരമൊരു തട്ടിപ്പ് കേരളത്തിൽ പലയിടത്തുമായി നടക്കുന്നുണ്ട്. അത് തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി എന്നത് മറ്റൊരു സത്യം. കേരളത്തിൽ 100% ലീഗലായി പറഞ്ഞ സമയത്ത് കസ്റ്റമേഴ്സിന് താക്കോൽ കൈമാറുന്ന മികച്ച റിയൽ എസ്റ്റേറ്റ് കമ്പനികളുണ്ട്. ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് തന്നെ അത്തരം ആളുകളുടെ വിശ്വാസ്യതയിലാണ്. പക്ഷേ ഈ ബ്രാൻഡുകളുടെ മറവിൽ ഒളിച്ചിരുന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തുന്ന ചില ബ്ലാക്ക് ഷിപ്പുകൾ കൂടി ഈ വിപണിയിലുണ്ട്. ഇന്ന് നമ്മളുടെ ചർച്ച അവരെക്കുറിച്ചാണ്. ഒരു വില്ല പ്രൊജക്ടിന്റെ പേരിൽ എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ കോടികൾ മറിയുന്നത്? നിയമങ്ങളുടെ കണ്ണുവെട്ടിച്ച് ബിൽഡർമാർ കസ്റ്റമറെ എങ്ങനെയാണ് കെണിയിലാക്കുന്നത്? നല്ല ബിൽഡർമാരെ കൃത്യമായി എങ്ങനെ തിരിച്ചറിയാം? അങ്ങനെ റിയൽ എസ്റ്റേറ്റിന്റെ കുറച്ച് അറിയാക്കഥകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് പ്രോജക്റ്റ് തട്ടിപ്പ് രൂപപ്പെടുന്നത്? അതിൽ ആദ്യത്തെ സ്റ്റേജ് ദി പ്രീ ലോഞ്ച്. ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ പല ബിൽഡർമാരും സ്വന്തം കയ്യിൽ നിന്ന് പണം എടുക്കാറില്ല. അവർ ഒരു സ്ഥലം കണ്ടെത്തുന്നു, ലാൻഡ് ഓണറുമായി ഒരു കരാർ ഉണ്ടാക്കുന്നു. അതിനുശേഷം കോർപ്പറേഷന്റെയോ പഞ്ചായത്തിന്റെയോ ഫൈനൽ അപ്രൂവൽ വരുന്നതിന് മുൻപ് തന്നെ അവർ ഒരു പ്രീ ലോഞ്ച് ഓഫർ പ്രഖ്യാപിക്കും. മാർക്കറ്റ് വിലയേക്കാൾ 20% കുറവിൽ വില്ല സ്വന്തമാക്കാം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെടും. ഇവിടെയാണ് ഇല്യൂഷൻ മാർക്കറ്റിംഗ് നടക്കുന്നത്. ബ്രോഷറിലെ തിളങ്ങുന്ന ആനിമേറ്റഡ് ചിത്രങ്ങൾ കണ്ട് പലരും 10 ലക്ഷവും 15 ലക്ഷവും അഡ്വാൻസ് കൊടുക്കും. ബിൽഡർ കസ്റ്റമേഴ്സിന്റെ ഈ പണം ഉപയോഗിച്ചാണ് മിക്കപ്പോഴും ആ സ്ഥലം പോലും പൂർണ്ണമായി വാങ്ങി തീർക്കുന്നത്. അതായത് അവരുടെ കയ്യിൽ നിന്ന് 0 ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി സ്റ്റേജ് 2 ദി ഫണ്ട് ഡൈവേർഷൻ ചെയിൻ. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ ബിസിനസ് ലൂപ്പ് ഹോളിലേക്ക് കടക്കുന്നത്. ഒരു വില്ല പ്രൊജക്റ്റിൽ 40 പേരിൽ നിന്നായി ഒരു ബിൽഡർ ഏകദേശം 8 കോടി രൂപ അഡ്വാൻസ് വാങ്ങി എന്ന് വിചാരിക്കുക. നിയമപരമായി ഈ പണം ആ വില്ലകളുടെ കൺസ്ട്രക്ഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ചില ബിൽഡർമാർ ചെയ്യുന്നത് ഈ തുക എടുത്ത് അടുത്ത ടൗണിൽ പുതിയൊരു പ്രൊജക്റ്റിനുള്ള സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കും. ഒരു പ്രൊജക്റ്റിലെ പണം കൊണ്ട് അടുത്ത പ്രൊജക്ട് തുടങ്ങും, അതിലെ പണം കൊണ്ട് മൂന്നാമതൊന്ന് തുടങ്ങും. ഇതൊരു പൊൻസി സ്കീം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. വിപണിയിൽ പുതിയ ബുക്കിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ കളി മുന്നോട്ട് പോകും. എന്നാൽ എവിടെയെങ്കിലും വെച്ച് പുതിയ കസ്റ്റമേഴ്സ് വരുന്നത് കുറഞ്ഞാൽ ഈ ക്യാഷ് ഫ്ലോ അവിടെ നിൽക്കും. അതോടെ പറയത്തക്ക ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു ബിൽഡറാണ് നിങ്ങളുടെ പൈസ വാങ്ങിയതെങ്കിൽ നിങ്ങളുടെ വില്ലയുടെ പണി പാതി വഴിയിൽ തടസ്സപ്പെടും. ഇങ്ങനെ പണി മുടങ്ങുമ്പോൾ ബിൽഡർമാർക്ക് വലിയ ലീഗൽ ടീം ഉള്ളതുകൊണ്ട് അവർ നിങ്ങളെ അഗ്രിമെന്റിലെ ചില ലൂപ്പ് ഹോളുകൾ കാണിച്ച് പേടിപ്പിക്കാൻ തുടങ്ങും. ഫോഴ്സ് മജൂർ അഥവാ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പണി വൈകുന്നു എന്ന ക്ലോസ് കാണിച്ച് അവർ കോടതികളിൽ വർഷങ്ങളോളം കേസ് നീട്ടിക്കൊണ്ടുപോകും. ഒടുവിൽ പണം കൊടുത്ത കസ്റ്റമർ വാടക വീട്ടിലും കഴിയും. അതേസമയം ബാങ്ക് ലോണിന്റെ EMI കൃത്യമായി അടയ്ക്കുകയും ചെയ്യേണ്ടി വരും. ഇതാണ് ഇന്ന് കേരളത്തിൽ പലയിടത്തും സംഭവിക്കുന്ന യാഥാർത്ഥ്യം. തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നത് സത്യമാണ്. പക്ഷെ അതിനർത്ഥം നമ്മൾ സ്വപ്നം ഉപേക്ഷിക്കണമെന്നല്ല. കാരണം ഈ ചതുപ്പിലും വളരെ സത്യസന്ധമായി കസ്റ്റമറോട് 100% നീതി പുലർത്തുന്ന നല്ല ബിൽഡർമാരുമുണ്ട്. അവരെ കണ്ടെത്താൻ ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ കണ്ണോടെ നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കണം. അപ്പോൾ ഒരു വീടോ ഒരു വില്ലയോ വാങ്ങാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോട്ട് പാഡ് തുറന്ന് ഓരോന്നും എഴുതി വെച്ചോളൂ, ഉറപ്പായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഒന്നാമതായി ചെക്ക് ചെയ്യേണ്ടത് റെറ വെബ്സൈറ്റിലെ ട്രാക്ക് റെക്കോർഡ്. ഇന്ന് ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് രംഗം നിയന്ത്രിക്കാൻ ആധികാരികമായ ഒരു സംവിധാനമുണ്ട്, റെറ, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. നിങ്ങളൊരു വില്ല ബുക്ക് ചെയ്യുന്നതിന് മുൻപ് ബിൽഡറോട് അവരുടെ റെറ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുക. കേരള റെറയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ നമ്പർ അടിക്കുമ്പോൾ ആ പ്രൊജക്ടിന്റെ കംപ്ലീറ്റ് ജാതകം നിങ്ങളുടെ മുന്നിൽ വരും. അവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, ബിൽഡർ ഗവൺമെന്റിന് നൽകിയിരിക്കുന്ന ഒഫീഷ്യൽ കംപ്ലീഷൻ ഡേറ്റ് എപ്പോഴാണ്. 2, ആ വെബ്സൈറ്റിൽ തന്നെയുള്ള ആനുവൽ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഈ പ്രൊജക്റ്റിനായി വന്ന പണം അവർ കൃത്യമായി ഇതിന് തന്നെയാണോ ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. നല്ല ബിൽഡർമാർ തങ്ങളുടെ റെറ സർട്ടിഫിക്കറ്റുകൾ കസ്റ്റമർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ കാണിച്ചു തരും. ഇനി രണ്ടാമത്തെ ടെക്നിക്, എസ്ക്രോ അക്കൗണ്ട് ഓഡിറ്റിംഗ്. നിയമപ്രകാരം ഒരു ബിൽഡർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണത്തിന്റെ 70% തുകയും ഒരു പ്രത്യേക എസ്ക്രോ അക്കൗണ്ടിൽ മാത്രമേ നിക്ഷേപിക്കാൻ പാടുള്ളൂ.
ഈ അക്കൗണ്ടിലെ പണം ആ വില്ല പ്രൊജക്ടിന്റെ നിർമ്മാണത്തിന് മാത്രമേ ബാങ്കിൽ നിന്ന് പിൻവലിക്കാൻ പറ്റൂ. ബിൽഡർക്ക് അത് വകമാറ്റി ചിലവഴിക്കാൻ കഴിയില്ല. നിങ്ങൾ പണം അടയ്ക്കുമ്പോൾ ആ ചെക്കോ ഓൺലൈൻ ട്രാൻസ്ഫറോ പോകുന്നത് ബിൽഡറുടെ പേഴ്സണൽ കമ്പനി അക്കൗണ്ടിലേക്കാണോ അതോ ആ പെർട്ടിക്കുലർ പ്രൊജക്ടിന്റെ റെറ ഡെസിഗ്നേറ്റഡ് എസ്ക്രോ അക്കൗണ്ടിലേക്കാണോ എന്ന് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കി ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ ടെക്നിക്, ദ APF കോഡ് വെരിഫിക്കേഷൻ. നിങ്ങൾക്ക് ലീഗൽ പേപ്പേഴ്സ് നോക്കാൻ അറിയില്ലെങ്കിൽ ഏറ്റവും ലളിതമായ ഒരു വഴിയുണ്ട്. ആ പ്രൊജക്ടിന് ഏതെങ്കിലും പ്രമുഖ നാഷണലൈസ്ഡ് ബാങ്കുകൾ, SBI, ഫെഡറൽ ബാങ്ക് പോലുള്ളവ ലോൺ അനുവദിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ബാങ്കുകൾ ഒരു പ്രൊജക്ടിന് APF, അതായത് അപ്രൂവ്ഡ് പ്രൊജക്ട് ഫൈനാൻഷ്യൽസ് നമ്പർ നൽകണമെങ്കിൽ അവരുടെ ലീഗൽ ടീം ആ സ്ഥലത്തിന്റെ ആധാരവും വില്ലയുടെ പ്ലാനും കോർപ്പറേഷൻ അനുമതികളും 100% കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കണം. ബിൽഡറോട് ആ പ്രൊജക്ടിന്റെ APF നമ്പർ ചോദിക്കുക. ബാങ്കിൽ വിളിച്ച് അത് ഒറിജിനൽ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് ഏറ്റവും സുരക്ഷിതമായ ലീഗൽ ഫിൽട്ടർ. ഇനി നാലാമത്തെ ടെക്നിക്, ലാൻഡ് ടൈറ്റിൽ ആൻഡ് ഭാരപത്രം. വില്ല ഇരിക്കുന്ന സ്ഥലം ബിൽഡറുടെ സ്വന്തം പേരിലുള്ളതാണോ അതോ ഭൂമിയുടെ ഉടമയുമായിട്ടുള്ള വെറും ഒരു ഡെവലപ്മെന്റ് എഗ്രിമെന്റ് മാത്രമാണോ എന്ന് നോക്കുക. വില്ല വാങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ 30 വർഷത്തെ കുടിക്കട സർട്ടിഫിക്കറ്റ് അഥവാ ഭാരപത്രം സ്വന്തം നിലയ്ക്ക് സബ് രജിസ്ട്രാർ ഓഫീസ് വഴി പരിശോധിക്കുക. ആ സ്ഥലത്തിന്മേൽ എന്തെങ്കിലും തരത്തിലുള്ള ബാങ്ക് ബാധ്യതകളോ മുൻപ് നടന്ന ജപ്തി നടപടികളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞ 4 ടെക്നിക്കുകളും വെച്ച് ഡോക്യുമെന്റുകളൊക്കെ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നാൽ അവിടെ കൊണ്ട് നമ്മൾ ഉത്തരവാദിത്വം കഴിഞ്ഞോ? ഇല്ല. രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ അടുത്തതായി നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പ്രാക്ടിക്കലായി ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ദി കൺസ്ട്രക്ഷൻ ലിങ്ക്ഡ് പേയ്മെന്റ് ഷെഡ്യൂൾ. ബിൽഡറുമായി എഗ്രിമെന്റ് ഒപ്പിടുമ്പോൾ ഒരിക്കലും പണം ഒന്നിച്ച് നൽകരുത്. പണി പുരോഗമിക്കുന്നതിനനുസരിച്ച് മാത്രം പണം നൽകുന്ന കൺസ്ട്രക്ഷൻ ലിങ്ക്ഡ് പ്ലാൻ തിരഞ്ഞെടുക്കുക. അതായത് പില്ലറുകൾ വാർക്കുമ്പോൾ ഇത്ര ശതമാനം, ഭിത്തി കെട്ടുമ്പോൾ ഇത്ര ശതമാനം, പ്ലാസ്റ്ററിംഗ് കഴിയുമ്പോൾ ഇത്ര ശതമാനം എന്നിങ്ങനെ കൃത്യമായി കരാറിൽ എഴുതി വെക്കണം. ഇത് ബിൽഡർക്ക് പണി കൃത്യസമയത്ത് തീർക്കാൻ ഒരു സമ്മർദ്ദം നൽകും. 2, ദി പെനാൽറ്റി ക്ലോസ്. എഗ്രിമെന്റിൽ നിർബന്ധമായും ഒരു പെനാൽറ്റി ക്ലോസ് ഉണ്ടായിരിക്കണം. കരാറിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്ക് വില്ല കൈമാറിയില്ലെങ്കിൽ വൈകുന്ന ഓരോ മാസത്തിനും ബിൽഡർ കസ്റ്റമർക്ക് ഇത്ര തുക നഷ്ടപരിഹാരം അല്ലെങ്കിൽ പലിശയായി നൽകണമെന്ന് ഇതിൽ വ്യക്തമായി എഴുതി ചേർക്കണം. നല്ല ബിൽഡർമാർക്ക് അവരുടെ കൺസ്ട്രക്ഷൻ സ്പീഡിൽ ഉറപ്പുള്ളതുകൊണ്ട് ഇത്തരം ക്ലോസുകൾ വെക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. ചുരുക്കത്തിൽ, റിയൽ എസ്റ്റേറ്റ് എന്നത് പരസ്യങ്ങളിലെ തിളക്കമോ സെലിബ്രിറ്റികളുടെ മുഖമോ കണ്ട് വിശ്വസിക്കേണ്ട ഒരു ബിസിനസ് അല്ല. നല്ല ബിൽഡർമാർക്ക് അവരുടെ ലീഗൽ ഡോക്യുമെന്റുകളും അക്കൗണ്ട് വിവരങ്ങളും നിങ്ങളെ കാണിക്കാൻ യാതൊരു മടിയും ഉണ്ടാകില്ല. അവർ നിങ്ങളുടെ ചോദ്യങ്ങളെ സ്വാഗതം ചെയ്യും. എന്നാൽ പേപ്പറുകൾ കാണിക്കാൻ മടിക്കുന്ന, നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്ന ബിൽഡർമാർ എത്ര വലിയ പ്രമുഖരാണെങ്കിലും അവരിൽ നിന്ന് അകലം പാലിക്കുക. ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ ബോധവാന്മാരായാൽ മാത്രമേ ഈ വിപണിയിലെ തട്ടിപ്പുകാരെ നമുക്കില്ലാതാക്കാൻ കഴിയൂ. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെയും ഒരു ബിൽഡറും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിൽഡിംഗ് കാര്യങ്ങൾ മാത്രമാണ്. ഒരു വീടെന്ന വലിയ സ്വപ്നത്തിലേക്ക് നമുക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. അതിൽ പണമിടപാടുകൾ മുതൽ ആ വില്ലയുടെ ഇൻഷുറൻസ്, പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള മെയിൻ്റനൻസ് ചാർജുകൾ, വില്ലയുടെ ടാക്സുകൾ ഒക്കെയും ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പ്രയാസമായതുകൊണ്ട് ഇതിലേത് ഭാഗത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായി ഞാൻ ഉടനെ വരാം. അപ്പോൾ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം കോണ്ടന്റ് നന്നായിരുന്നുവെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ.